എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ഹൈദ്രോസിനെ നന്നായിട്ട് അടിച്ചു പെരുമാറുകയാണ്. അങ്ങനെ മില്ലിന്റെ മറ്റേ മിഷന്റെ അടിയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ നന്നായിട്ട് തല്ലു കൊടുക്കുക. എന്നിട്ട് രോഹിത്തിനോട് പറയാൻ, നീ പോയി ആവശ്യത്തിന് പണം എടുത്തിട്ട് വാടാന്ന് പറയാം. അങ്ങനെ രോഹിത്ത് പണം എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോവുകയെ ഈ സമയത്ത് വീണ്ടും കൊടുക്കുക. അപ്പൊ ഹൈദ്രോസ് പറയും, മതി മതി, ഇനി എന്നെ ഉപദ്രവിക്കല്ലെന്ന് പറയും. ഇനി നീ എന്റെ വീട്ടിൽ ആരെങ്കിലും പറയോടാന്ന് ചോദിക്കും. ഇനി രോഹിത് വന്നാൽ നീ പണം കൊടുക്കില്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് രോഹിത് നമ്മുടെ ഹൈദ്രോസ് കൈ കൂപ്പി വിഷ്ണുവിനോട് പറയുകയാണ്. അങ്ങനെ വീണ്ടും ഒന്നും കൂടെ ചവിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രോഹിത് പണമായിട്ട് വരും. അപ്പൊ രോഹിത്തിനോട് ചോദിച്ചു, നമ്മുടെ പണമൊക്കെ എടുത്തോന്ന് ചോദിക്കുക. അപ്പൊ എടുത്തെന്ന് പറയും. എന്നാ പിന്നെ നമുക്ക് അങ്ങ് പോകാന്ന് പറയും. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ ശാലിനെ ഡിസ്ചാർജ് ആക്കുന്ന ദിവസമാണ്. അപ്പൊ നമ്മുടെ ശാരദയുണ്ട്, സത്യഭാമയുണ്ട്, രാഘവൻ നായർ എല്ലാവരും ഉണ്ട്. അപ്പൊ ശാരദയാണെങ്കിൽ ശാലിനിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ്. അപ്പം ശാലിനി പറയാം, അമ്മ അതൊന്നും ഇപ്പൊ ചെയ്യണ്ട, പിന്നെ ചെയ്യാന്ന് പറയാം. അപ്പൊ സത്യഭാമ പറയും, ശാരദയ്ക്ക് അല്ലെങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ശാരദ പറയും, അല്ല ഇപ്പൊ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പോകുമ്പോ എളുപ്പമായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, മോളെ നമ്മുടെ വീട്ടിലേക്ക് പോകാന്ന് പറയേ. അപ്പൊ പറയും, ശാലിനി പറയും, വേണ്ട അമ്മേ, വിഷ്ണുവേട്ടൻ അങ്ങോട്ട് അവിടെ സത്യഭാമയും വിഷ്ണുവേട്ടനും അച്ഛനും എല്ലാരും ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയാം. അപ്പൊ രാഘവൻ നായർ ചോദിക്കും, അതെന്താ ശാരദ അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ നോക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുക. അപ്പൊ ശാരദ പറയും, അങ്ങനെയല്ല, കുറച്ചു ദിവസം എന്റെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയേ. അത് കുഴപ്പം. അപ്പൊ സത്യഭാമ പറയാം, അത് കുഴപ്പമില്ല, ശാലിനിക്ക് എല്ലാം ശരിയായി കഴിയുമ്പോ ഇവർ രണ്ടുപേരെയും ഞാൻ അങ്ങോട്ട് വിട്ടേക്കാന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ ശാരദ പറയാം, എനിക്ക് സന്തോഷമായി, അവൾക്ക് ഇങ്ങനെ ഉള്ള നല്ല ഇതൊക്കെ കിട്ടിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതൊക്കെ അവള് ചെയ്തതിന്റെ പുണ്യമാണെന്നൊക്കെ ശാരദ പറയേ. ആ സമയത്താണ് ശാരദയുടെ ഫോണിൽ വിളിക്കുന്നത്. അമ്മ എന്താ ഇറങ്ങാറായില്ലെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുക. അപ്പൊ ചോദിക്കുക, എന്താടീന്ന് ചോദിക്കുക. അല്ല, ആ ഇത് മറ്റേ പണിക്കാരി ഇന്നും വന്നില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേന്ന് ചോദിക്കുക. അപ്പൊ പറയും, ഞാൻ വരാന്ന് പറയേ. അപ്പൊ ശാരികയെ വിളിച്ചേന്ന് പറയാം. അപ്പൊ സത്യഭാമ പറയും, ശാരദ പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് നോക്കിക്കോളാം എന്ന് പറയും. അപ്പൊ നമ്മുടെ രാഘവൻ നായർ പറയും, നമുക്ക് ബില്ലൊക്കെ അടയ്ക്കണ്ടേന്ന് ചോദിക്കും. വിഷ്ണു ഇവിടെ പോയി എന്ന് ചോദിക്കും. അപ്പൊ സത്യഭാമ പറയും, അതിനെന്തിനാ വിഷ്ണു, നമ്മളില്ലേ ഇവിടെ, നമുക്ക് പോയി അതൊക്കെ അടയ്ക്കാം. ആ സമയത്ത് നമുക്ക് ശാരദ ഓട്ടോയും കയറ്റി വിടാന്ന് പറയും. അങ്ങനെ ശാരദ ശാലിനിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അവരങ്ങ് പോവുകയാണ്. അവര് ബില്ലടയ്ക്കാനും ശാരദ വീട്ടിലേക്കും പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ വീണ്ടും തിരിഞ്ഞു നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അതേസമയം അത് അവര് പോയതിനു ശേഷം പ്രകാശ് ശാലിനിയുടെ അടുത്ത് വരികയാണ്. അപ്പൊ ശാലിനി ഇങ്ങനെ മറ്റേ ശിവന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വരും, എങ്ങനെയുണ്ട് ചേച്ചി എന്നൊക്കെ ചോദിക്കും. എല്ലാം കുഴപ്പമില്ല മോനെ, ചെറിയൊരു വേദന ഉണ്ടെന്ന് പറയും. എനിക്ക് ശാലിനിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താടാ, പറയാൻ പറയാം. അപ്പൊ പറയാം, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ചേച്ചി എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോ എടുത്ത് കാണിക്കേ. അപ്പൊ ശാലിനിക്ക് ഇഷ്ടപ്പെടും. അപ്പൊ പറയും, അതെ, എനിക്ക് ആരും ഇല്ലല്ലോ, അപ്പൊ പെണ്ണ് ചോദിക്കണമെങ്കിൽ വേറെ. അപ്പൊ ശാലിനി പറയാം, എന്റെ അസുഖങ്ങളൊക്കെ ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് ഞാൻ തന്നെ പെണ്ണ് ചോദിക്കാൻ വരാന്ന് പറയും. അങ്ങനെ ഈ പ്രകാശ് ഫോട്ടോ എടുത്തിട്ട് പേഴ്സിൽ വെക്കുമ്പോഴത്തേന് ഈ ഫോട്ടോ താഴെ വീഴുവേ. അപ്പൊ പ്രകാശിന് ഒരു കോള് വരും. അപ്പൊ പ്രകാശ് പറയാം, അതെ ചേച്ചി, എനിക്കൊരു എമർജൻസി കേസ് ഉണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശ് അങ്ങ് പോവുകയാണ്. പോകുമ്പോഴത്തേനാണ് നമ്മുടെ ശിവൻ ബൈക്കിൽ വരുന്നത്. അങ്ങനെ ശിവൻ വരുമ്പോ ഈ പ്രകാശിനെയും കാണും. ശിവൻ ഒരു സ്പാർക്ക് അടിക്കുന്നുണ്ട്, കാരണം ചന്ദ്രയോട് നിന്ന് ഇവനാണോ എന്ന് ശിവന് നല്ല സംശയമുണ്ട്. അങ്ങനെ സ്പാർക്ക് അടിച്ച് ശിവൻ ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ശാലിനി ചോദിക്കും, എന്താ ചത്തോന്നറിയാൻ വന്നതാണോ അതോ വീണ്ടും കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇതിന് രണ്ടുമുള്ള ഉത്തരമാണ്, ഞാൻ തന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്, അന്ന് വേണമെങ്കിൽ എനിക്ക് അന്നേരം കൊല്ലാമായിരുന്നല്ലോ എന്ന് പറയാം. അപ്പൊ ശാലിനി പറയും, ഇനിയും ആകാമല്ലോ എന്ന് പറയും. അപ്പൊ ശിവൻ പറയും, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, പരുത്തിക്കുന്നി കോളനി ഞങ്ങളുടെ ഭൂമിയാണ്, അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അതിനു വേണ്ടി ഇനി മേടം ഇറങ്ങരുതെന്ന് പറയും. അപ്പൊ ശാലിനി പറയും, അത് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, ഞാൻ എന്തായാലും വരും. അപ്പൊ നമ്മുടെ ശിവൻ വീണ്ടും വാണിംഗ് കൊടുക്കുകയാണ്, അവിടെ ഇനി മേഡം വരരുത്, അത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞ് ശിവൻ കുറെ ഡയലോഗൊക്കെ അടിക്കുവേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാമെന്നും പറഞ്ഞിട്ട് ശിവൻ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ശിവൻ നോക്കുമ്പോഴൊക്കെ വിഷ്ണുവിന്റെ ഒരു ഇതായിട്ട് നമ്മുടെ ശാലിനിക്ക് കാണുന്നുണ്ട്, ഇങ്ങനെ മുണ്ടുമടക്കി എടുക്കുന്നതും. അപ്പൊ ഈ ശിവനാണെങ്കിൽ ചന്ദ്രയുടെ ഫോട്ടോയിലാണ് കാല് ചവിട്ടി നിൽക്കുന്നത്. ഭാഗ്യത്തിന് ശിവൻ കാണത്തില്ല. ശിവൻ അങ്ങ് ഇറങ്ങി പോവുക. അപ്പൊ ഈ ശാലിനി ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക, ഈ ഭൂമിയുടെ പട്ടയാധാരത്തിന്റെ ആൾക്കാരെ ഞാൻ മേഡത്തിന് മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ ശിവന്റെ ഓരോ ഡയലോഗും നമ്മുടെ ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ്. ആ സമയത്ത് വീണ്ടും പ്രകാശ് ഇങ്ങനെ വരികയാണ്. പ്രകാശ് വീണ്ടും വരുമ്പോൾ നമ്മുടെ ശിവൻ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അങ്ങനെ പ്രകാശ് കൂടി വരുന്നോണ്ട് ശാലിനി എന്താടാന്ന് ചോദിക്കും. അപ്പൊ പറയാം, ഫോട്ടോ എടുത്തിട്ട് പേഴ്സിൽ വെക്കും. അപ്പൊ ശാലിനി എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ അവരങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ ശാരദ വീടാണ്. ശാരദ വരുമ്പത്തേനും നമ്മുടെ ഗോപാലനാണെങ്കില് അമ്പലവാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ശാരദ ചോദിക്കും, എന്താ ഗോപാലേട്ടാ ഇത്രയും എവിടെയായിരുന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും, ഞാനിങ്ങനെ തീർത്ഥയാടത്തിന് പോയതല്ലോ, കുറച്ച് പൈസയെങ്കിലും കിട്ടിയാൽ അത്രേ ആവുമല്ലോ, അതിനു വേണ്ടി പോയതാന്ന് പറയും. ഇവിടെ എന്തൊക്കെയാ, അപ്പൊ നീ എവിടെ പോയതാന്ന് ചോദിക്കും. അപ്പൊ ഗോപാലേട്ടൻ ഒന്നും അറിഞ്ഞില്ലേ, ശാലിനിക്ക് വെടിയേറ്റെന്ന് കയറി. അപ്പൊ വെടിയേറ്റുന്നു, അപ്പൊ പെട്ടെന്ന് ഞെട്ടു. അപ്പൊ പറയും, ശരിക്കും വിഷ്ണുവിന് കൊള്ളേണ്ട വെടിയാണോ ശാലിനിക്ക് ഏറ്റേന്നൊക്കെ ചോദിക്കുക. അപ്പൊ പറയാം, എന്താ ഗോപാലേട്ടൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴാണ് ഈ നമ്മുടെ അബൂബക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ തന്നെ പിടിച്ചുകൊണ്ട് പോയതും വിഷ്ണുവിനെ കൊല്ലുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശാരദയോട് പറയുന്നത്. അങ്ങനെ ഇത് കേട്ട് ശാരദ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.